നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ വകഭേദത്തെ ഭയന്ന് കേരളം. നിരവധി തവണ ജനിതക മാറ്റം വന്ന അതിഭയങ്കരമായ വൈറസായ ഒമിക്രോൺ JN1 വൈറസ് കേരളത്തിലെങ്ങും പടർന്നു പിടിക്കുകയാണ്. ആർജിതശേഷി വളരെ കൂടുതലായി കണ്ടുവരുന്ന ഈ വകഭേദത്തിന് പടർന്നു പിടിക്കുവാനുള്ള ശേഷിയും ഏറെയാണ്. ആക്റ്റീവ് കേസുകൾ 1523 ഉയർന്നതോടെ കേരളം അതീവ ജാഗ്രതയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ലൊരു പങ്കും ഒമിക്രോൺ JN വൈറസ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും കഴിഞ്ഞ മാസം സ്വീകരിച്ച സാമ്പിളുകളിൽ ഒന്നാണ് ഒമിക്രോൺ JN1 സ്ഥിരീകരിച്ചത്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുന്ന ഈ വൈറസിനെ കണ്ടെത്താനും നശിപ്പിക്കാനും ഏറെ പ്രയാസമാണ് എന്നുള്ളതാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ ഏറെ അലട്ടുന്നത്. ജനിതക ശ്രേണീകരണത്തിലൂടെ വകഭേദത്തെ കണ്ടെത്തി, എന്നാലും വ്യാപനം ഇരട്ടിയാവുകയാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഈ വൈറസ് പടർന്നു പിടിച്ചതോടെ പൂർണ്ണമായും ആരോഗ്യ സംവിധാനം സ്തംഭിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 199 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. മരണം 4 കടക്കുകയും ചെയ്തു. ജനിതക പഠനം നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യത്തിലാണ് കോവിഡ് വകഭേദം കണ്ടെത്തിയത്. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നുണ്ടെങ്കിലും ആക്റ്റീവ് കേസുകളും മരണങ്ങളും ഇനിയും ഉയരാനാണ് ഡോക്ടർമാർ സാധ്യത കൽപ്പിക്കുന്നത്.